ഹായ് എവ്രി വൺ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോട്ടിവേഷൻ തിയറിയാണ് പഠിച്ചിട്ടുള്ളത്. 2 മോട്ടിവേഷൻ തിയറി നമ്മൾ പഠിച്ചു. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയും പിന്നെ പഠിച്ചത് നമ്മൾ ഹെർസ്ബർഗ് 2 ഫാക്ടർ തിയറിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലെല്ലൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. എന്താണ് ആ തിയറി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ദിസ് തിയറി വാസ് അഡ്വക്കേറ്റഡ് ബൈ ഡേവിഡ് സി ക്ലെല്ലൻ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ്. ഡേവിഡ് സി ക്ലെല്ലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും അല്ലെങ്കിൽ അസോസിയേറ്റ്സും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ക്ലെല്ലൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ക്ലെല്ലൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ തിയറിക്ക്, ആ ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറിക്ക് ക്ലെല്ലൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി എന്നൊരു പേര് വന്നത്. അദ്ദേഹത്തിൻ്റെ തിയറി ആയതുകൊണ്ടാണ്. അക്കോർഡിംഗ് ടു ദം ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ നീഡ്സ്. അയാൾ നോക്കുകയാണെങ്കിൽ അയാൾ ഹ്യൂമൻ നീഡ്സിനെ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒരു 3 ഹ്യൂമൻ നീഡ്സിൻ്റെ ബേസിലാണ് അദ്ദേഹത്തിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആ നീഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് നീഡ് ഫോർ അഫിലിയേഷൻ, 2 നീഡ് ഫോർ പവർ, 3 നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. ഈ 3 നീഡിൻ്റെ ബേസിലാണ് അദ്ദേഹം ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി ഡെവലപ്പ് ചെയ്തത്. ഈ നീഡ് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് നീഡ് ഫോർ അഫിലിയേഷൻ. People with the high need for affiliation usually derive pleasure from being loved. നമ്മൾ നീഡ് ഫോർ അഫിലിയേഷനിൽ പറയുന്നത് വെച്ചാൽ ഈ നീഡ് ഫോർ അഫിലിയേഷൻ ഹൈ ആയിട്ടുള്ള പീപ്പിൾസ് എന്തിനെ ആഗ്രഹിക്കുന്നതായിരിക്കും? ഡിറൈവ് പ്ലഷർ ഫ്രം ബീങ് ലൗഡ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഏത് നീഡ് ഉണ്ടായിരിക്കുക? ഈ നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നീഡ് ഉണ്ടായിരിക്കുക. അവർ ഹ്യൂമൻ കമ്പാനിയൻ ആൻഡ് ഹ്യൂമൻ ആക്സെപ്റ്റൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ടാസ്ക്, എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഗ്രൂപ്പ് ടാസ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ നല്ലൊരു കോഓപ്പറേഷൻ, നല്ലൊരു എംപ്ലോയീസ് ആയാലും മാനേജ്മെൻ്റ് ആയാലും നല്ലൊരു കോഓപ്പറേഷൻ രീതിയിലൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഏതിലുണ്ടായിരിക്കുക? ഈ നീഡ് ഫോർ അഫിലിയേഷൻ ഉണ്ടായിരിക്കുക. ഈ ഹൈ നീഡ് ഫോർ അഫിലിയേഷൻ ഉള്ള ആൾക്കാർ അവർ സ്നേഹിക്കാനും മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനും ആയിരിക്കും അവരെന്ത് ചെയ്യുക, അവർ ആഗ്രഹിക്കുക. അത്തരത്തിലുള്ള ആൾക്കാർക്കായിരിക്കും ഏത് നീഡ് ഉണ്ടായിരിക്കുക? ഈ നീഡ് ഫോർ അഫിലിയേഷൻ ഉണ്ടായിരിക്കുക. അവർ ഹ്യൂമൻ കമ്പാനിയനും ഹ്യൂമൻ ആക്സെപ്റ്റൻസ്, നല്ലൊരു റിലേഷൻഷിപ്പ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഈ നീഡ് ഫോർ അഫിലിയേഷനിൽ ഉണ്ടായിരിക്കാം. രണ്ടാമത്തെ ഒരു നീഡാണ് നീഡ് ഫോർ പവർ. നീഡ് ഫോർ പവറിൽ പറയുന്നത് വെച്ചാൽ എ പേഴ്സൺ വിത്ത് ഹൈ നീഡ് ഫോർ പവർ ഈസ് കൺസേൺഡ് വിത്ത് ഇൻഫ്ലുവൻസിങ് അതേഴ്സ് ആൻഡ് വിന്നിങ് ആർഗ്യുമെൻറ്റ്സ്. ഈ ഹൈ നീഡ് ഫോർ പവേഴ്സ് ഉള്ള ആൾക്കാർ എന്തിനാഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും? മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ആർഗ്യുമെൻറ്റ്സ്, അവർ പറയുന്ന ആർഗ്യുമെൻ്റ് എന്താണോ അത് വിൻ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഈ നീഡ് ഫോർ പവറിലുള്ള ആൾക്കാർ. നീഡ് ഫോർ പവർ ഹയർ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അവരെപ്പോഴും മറ്റുള്ള പേഴ്സൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവരെപ്പോഴും സുപ്പീരിയർ പെർഫോമർ ആയിരിക്കും, സൂപ്പർവൈസറി പൊസിഷനിലിരിക്കുന്ന ആളുകളായിരിക്കും. പിന്നെ അവരെപ്പോഴും ഈ ലീഡർഷിപ്പ് പൊസിഷനെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. മറ്റുള്ളവരെ ലീഡ് ചെയ്യാനുള്ള ഒരു പൊസിഷന്, ആ ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഈ നീഡ് ഫോർ പവറിൽ ഉണ്ടായിരിക്കാം. അവർ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും, സ്പീച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള, പബ്ലിക് സ്പീച്ചിങ് ചെയ്യാനുള്ള കപ്പബിലിറ്റി ഉള്ള ആളുകളായിരിക്കും. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അവർ നല്ലൊരു നീഡ് ഫോർ പവറുള്ള ആളുകളായിരിക്കും. അതായത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അവരെന്താണോ പറയുന്നത് ആർഗ്യുമെൻ്റ്, അത് വിൻ ചെയ്യാനായിരിക്കും അവരെന്ത് ചെയ്യുക, ആഗ്രഹിക്കുക. അത്തരത്തിലുള്ള ആളുകളാണ് ഈ നീഡ് ഫോർ പവറിൽ ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ക്ലെല്ലൻസിൻ്റെ ഒരു അടുത്ത നീഡാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. നീഡ് ഫോർ അച്ചീവ്മെൻറ്റിൽ പറയുന്നത്
The need for achievement reflect the desire to do something better or more. എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യാനും അല്ലെങ്കിൽ ആ ചെയ്യുന്നത് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് രീതിയിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റിൽ ഉണ്ടായിരിക്കുക. സക്സസ്സിന് വേണ്ടിയിട്ട് ഇൻറ്റൻസീവ് ഡിസയർ ഉള്ള ആളുകളായിരിക്കും. സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യാൻ, എന്ത് റിസ്ക്കും ഏറ്റെടുക്കാൻ കപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റിൽ ഉണ്ടായിരിക്കുക. അവർ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്ത് ചാലഞ്ചും അല്ലെങ്കിൽ എന്ത് ഓപ്പർച്യൂണിറ്റീസും അവരുടെ മുന്നിൽ വന്നാൽ അത് ഫേസ് ചെയ്യാൻ ഏറ്റവും കപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റിൽ ഉണ്ടായിരിക്കുക. അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കും. ആ ഗോൾ എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവർ ഓവർ ടൈം വർക്ക് ചെയ്യും. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, അവർ ചെയ്യും. അവരുടെ മെയിൻ ഒബ്ജക്റ്റ് എന്നാൽ സക്സസ് ഉണ്ടാവുക, നീഡ് ഫോർ അച്ചീവ്, എന്തെങ്കിലും അച്ചീവ് ചെയ്യുക എന്നുള്ള നീഡായിരിക്കും ഈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് ഇതെന്ന് പറയുന്നത് MC Cleland's അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. MC Cleland എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു തിയറി, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ തിയറി പ്രകാരം അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ നീഡ്സിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ സ്നേഹിക്കാനും അല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഹ്യൂമൻ കമ്പാനിയനും ദെൻ ഹ്യൂമൻ ആക്സെപ്റ്റൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും എന്തിനുണ്ടായിരിക്കുക, നീഡ് ഫോർ അഫിലിയേഷനിൽ ഉണ്ടായിരിക്കാം. ദെൻ നീഡ് ഫോർ പവർ എന്ന് പറയുമ്പോൾ അവർ ഹൈ നീഡ് ഫോർ പവർ ഉള്ള ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അവർ ഹൈ പൊസിഷനിൽ ഇരിക്കണം, നല്ല സൂപ്പർവൈസറി പൊസിഷനിൽ ഇരിക്കണം, ലീഡ് ചെയ്യാനുള്ള പൊസിഷനിൽ ഇരിക്കണം, ഇങ്ങനത്തെ ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കണം, ഇങ്ങനത്തെ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും നീഡ് ഫോർ പവറിൽ ഉണ്ടായിരിക്കുക. ദെൻ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവർ സക്സസ്സിന് വേണ്ടിയിട്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഡിസയർ ഉള്ള ആളുകളായിരിക്കും. ഒരു ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകളായിരിക്കും. അവർ ഓൾറെഡി ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓവർ ടൈം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒക്കെ ഏറ്റെടുക്കുന്ന ആളുകളായിരിക്കും ഈ ഒരു നീഡ് ഫോർ അച്ചീവ്മെൻറ്റിലുള്ള ആൾക്കാർ. അപ്പോൾ ഇത്രയാണ് MC Cleland's അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ തിയറിയാണ് MC Greger തിയറി X ആൻഡ് തിയറി Y. എന്താണെന്ന് നോക്കാം. MC Greger propounded 2 theories of human behavior in management philosophy. മാനേജ്മെൻറ്റ് ഫിലോസഫിയിൽ ഈ MC Greger എന്ന് പറഞ്ഞിട്ടുള്ള പേഴ്സൺ 2 തിയറീസാണ്, 2 മോട്ടിവേഷൻ തിയറീസാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആ 2 മോട്ടിവേഷൻ തിയറിയാണ്, ഒന്ന് തിയറി എക്സും രണ്ടാമത്തെ തിയറി വൈയും. ഈ MC Greger എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു തിയറി എക്സും തിയറി വൈയും അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഹിം മാനേജ്മെൻറ്റ് ആക്ഷൻ ഓഫ് മോട്ടിവേറ്റിംഗ്, അതിൽ പറയുന്നത് വെച്ചാൽ MC Greger വിശ്വസിക്കുന്നത് വെച്ചാൽ മാനേജേഴ്സ് നോർമലി അറ്റംപ്റ്റ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് വൺ ഓഫ് ദ ബേസിക് അപ്രോച്ചസ്. ബേസിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട് ഹ്യൂമൻ ബീയിങ്സിനെ മാനേജ്മെൻറ്റ് മോട്ടിവേറ്റ് ചെയ്യാൻ. ആ ഒരു മാനേജ്മെൻറ്റ് ആ ഒരു ബേസിക് ആയിട്ടുള്ള അപ്രോച്ച് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ എങ്ങനെ ഒരു പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ according to him, management action of motivating human beings in an organization involved that in assumption, generalization and hypothesis relating to human behavior and human nature. മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഹ്യൂമൻ ബിഹേവിയറിനെയും ഹ്യൂമൻ നാച്ചറിനെയും ബേസ് ചെയ്തിട്ട് ഒരുപാട് അസംഷൻസ് ഉണ്ടായിരിക്കും, ജനറലൈസേഷൻസ് ഉണ്ടായിരിക്കും, ഹൈപ്പോത്തിസിസ് ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ ബീയിങ്സിനെ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഈ മാനേജ്മെൻറ്റ് അസംഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്,
ഹ്യൂമൻ ബിഹേവിയറിനെ അവരുടെ പേഴ്സണലായിട്ടുള്ള പ്രാക്ടീസിലും ഡിസിഷൻ മേക്കിങ്ങിലും ഓപ്പറേറ്റിംഗ് പ്രാക്ടീസിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ ആക്ഷൻസ്. ഇനി നമുക്ക് തിയറി എക്സ് എന്താണെന്ന് നോക്കാം, തിയറി വൈ എന്താണെന്ന് നോക്കാം. തിയറി എക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ട്രഡീഷണൽ തിയറി. പണ്ട് കാലങ്ങളിലുള്ള ഒരു തിയറിയാണിത്, തിയറി എക്സ്. പവർ ഈസ് സുപ്രീം ഇസ് ദ മെയിൻ തീം ഓഫ് ദിസ് തിയറി. ഈ ഒരു തിയറി എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറിയുടെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് പവർ ഈസ് സുപ്രീം. പവറാണ് എന്ത്, എല്ലാം പവറാണ് എന്നുള്ള ഒരു തീമിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു തിയറി എക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. The pupil work at a level has no authority to object anything except to carry out the orders of the superior. എന്ത് ചെയ്യണം, സുപ്പീരിയർ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടായിരിക്കണം ആര് പ്രവർത്തിക്കേണ്ടത്, ആര് വർക്ക് ചെയ്യേണ്ടത്, പ്യൂപ്പിൾ എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ടത്. സുപ്പീരിയർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം ആ ഒരു ഓർഗനൈസേഷനിലെ പ്യൂപ്പിൾ വർക്ക് ചെയ്യേണ്ടത്. അവർക്ക് യാതൊരുവിധ അതോറിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സുപ്പീരിയറിന് എന്തെങ്കിലും സജഷൻ കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല ഈ ഒരു എംപ്ലോയീസിന് ലോവർ ലെവലിലുള്ള ആൾക്കാർക്ക് കഴിയില്ല. ടോപ്പ് ലെവലിലുള്ള മാനേജ്മെൻറ്റ് എന്താണോ ഡിസിഷൻസ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ലോവർ ലെവൽസിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അവർക്ക് സുപ്പീരിയറോട് എന്തെങ്കിലും സജഷൻസ് പറയാനോ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് പറയാനോ അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യൽ അങ്ങനെ പറയാനൊന്നുള്ള റൈറ്റും കാര്യങ്ങളോ ഒന്നും ഇതിലില്ല, തിയറി എക്സിൽ ഇല്ല. The line of authority or chain of command goes directly from the top down through the various levels of the organization. Line of authority. ലൈൻ ഓഫ് അതോറിറ്റിയും ഈ ചെയിൻ ഓഫ് കമാൻഡും ഡയറക്റ്റ്ലി ഫ്ലോ ചെയ്യുന്നത് ടോപ്പ് ഡൗൺ ടു ലോവർ ഡൗൺ, ടോപ്പ് ടു ഡൗൺ, മുകളിൽ നിന്ന് താഴേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ലൈൻ ഓഫ് അതോറിറ്റിയും ചെയിൻ ഓഫ് കമാൻഡും ഫ്ലോ ചെയ്യുന്നത്. അത് മുകളിൽ നിന്നും താഴോട്ട്, അതെന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും താഴെ നിന്നും മുകളിലോട്ട് എന്ത് ചെയ്യുന്നില്ല ഈ ഒരു ലൈൻ ഓഫ് അതോറിറ്റിയോ അല്ലെങ്കിൽ ചെയിൻ ഓഫ് കമാൻഡോ ഫ്ലോ ചെയ്യുന്നില്ല. അത് മുകളിൽ നിന്നും താഴോട്ട്. റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ, അതോറിറ്റി ആണെങ്കിൽ ടോപ്പ് ടു ഡൗൺ, റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ ഡൗൺ ടു ടോപ്പ്. ഇങ്ങനെയായിരിക്കും ഈ ഒരു തിയറി എക്സിൽ ഫോളോ ചെയ്യുന്നത്. ദെൻ അസംഷൻസ് ഓഫ് തിയറി എക്സിൻ്റെ അസംഷൻസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്, ദ ആവറേജ് പേഴ്സൺ ഇൻഹറൻ്റ്ലി ഡിസ്ലൈക്ക് വർക്ക് ആൻഡ് വിൽ അവോയ്ഡ് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. ആവറേജ് ആയിട്ടുള്ള പേഴ്സൺസ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക, അവർ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ ഒരു വർക്ക് അവോയ്ഡ് ചെയ്യും. എന്തെങ്കിലും പോസിബിലിറ്റി കിട്ടുകയാണെങ്കിൽ അവർ വർക്ക് ഒഴിവാക്കിയിട്ട് അവർ പോവും. അവരെന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സുപ്പീരിയർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്യുക. അവർക്ക് സജഷൻസ് പറയാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇത് കംപ്ലയിൻസോ കാര്യങ്ങളോ പറയാനോ ഒന്നുള്ള റൈറ്റ് എവിടെ ഇല്ല, ഈ തിയറി എക്സിൽ ഇല്ല. ഒരു മെഷീനെ പോലെ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാം. ആ ആവറേജ് പീപ്പിൾസ് എന്ത് ചെയ്യും, ഇങ്ങനെ ജോലി ചെയ്യാൻ, ഇങ്ങനെ ഓരോ ആൾക്കാരെ അണ്ടറിൽ ജോലി ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് എന്തെങ്കിലും പോസിബിലിറ്റി കിട്ടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ആ വർക്ക് ലീവ് ചെയ്യും. നെക്സ്റ്റ്, പീപ്പിൾ മസ്റ്റ് ബി കൺട്രോൾഡ്, ഡയറക്റ്റഡ് ആൻഡ് ത്രെറ്റൻഡ് വിത്ത് പണിഷ്മെൻറ്റ്. ഈ ഒരു തിയറി എക്സിൽ പ്യൂപ്പിൾസിന് എന്താ ചെയ്യുന്നത്, സുപ്പീരിയർ കൺട്രോൾ ചെയ്യാണ്. സുപ്പീരിയർ അവരെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇനി അവരെന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പണിഷ്മെൻറ്റ്, വർക്കേഴ്സിന് പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണ്. എന്താണോ സുപ്പീരിയർ പറയുന്നത് അതിനനുസരിച്ച് ആര് പ്രവർത്തിക്കുക, വർക്കേഴ്സ് പ്രവർത്തിക്കുക. ഈ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതും അവരെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരായിരിക്കും, ഈ ഒരു സുപ്പീരിയർ ആയിരിക്കും. അവരെന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ പണിഷ് ചെയ്യുന്നതും പണിഷ്മെൻറ്റും ആർക്കുണ്ടായിരിക്കും, വർക്കേഴ്സിന് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് അസംപ്ഷൻ, മോസ്റ്റ് പീപ്പിൾ അറ്റ് വർക്ക് ഹാസ് റിലേറ്റീവ്ലി ആംബിഷ്യസ് സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് റിവാർഡ്സ് എബോവ് ഓൾ എൽസ്. കൂടുതലായിട്ടും ഈ ഒരു തിയറി എക്സിലെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പ്യൂപ്പിൾസ് വർക്ക് ചെയ്യുന്നത് ലിറ്റിൽ ആംബിഷ്യൻ, അതായത് അവർക്ക് വലിയ ആംബിഷ്യൻ ഒന്നും
ഉണ്ടായിരിക്കില്ല. അവർക്ക് വലിയ ലക്ഷ്യങ്ങളോ എയിമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അവർക്ക് എന്ത് ചെയ്യുക, ജോലി ചെയ്യുക, സാലറി വാങ്ങുക, പോവുക, ഇത്ര കാര്യങ്ങൾ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ. അവർക്ക് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പോകണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പെർഫോമൻസ് ഇനി ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ടോ, കൂട്ടേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെത്തേഡ്സും കാര്യങ്ങളും സ്ട്രാറ്റജീസൊക്കെ അഡോപ്റ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർ നോക്കില്ല. അവരെന്താണോ അവർക്കുള്ള ജോലി, ആ ജോലി ചെയ്യുക, അവർ അതിനുള്ള ശമ്പളം വാങ്ങുക. ഇതായിരിക്കും അവരുടെ ഒരിത്. ഈ തിയറി എക്സ് പ്രകാരമുള്ള ആൾക്കാർ. നാലാമത്തെ ഒരു അസംഷനാണ് വർക്കിംഗ് മെത്തേഡ് ഓഫ് ദ പ്യൂപ്പിൾ ഈസ് ജനറലി ട്രഡീഷണൽ. ഈ ഒരു തിയറി എക്സ് പ്രകാരമുള്ള ആൾക്കാരുടെ വർക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടായിരിക്കും. പണ്ട് ഉപയോഗിച്ചിരുന്ന അതേ സെയിം ടെക്നോളജീസും ഇൻഡിജീനിയസ് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുക, ഉപയോഗിക്കുക പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി. അവർ മോഡേൺ ടെക്നോളജീസോ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടെക്നോളജീസോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, അവർ യൂസ് ചെയ്യുന്നില്ല. അവർ ട്രഡീഷണൽ ആയിട്ട് അവരുടെ ആൾക്കാർ എന്താണോ ഫോളോ ചെയ്യുന്നത് ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, വർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിയറി എക്സിൽ പറയുന്നത്. തിയറി എക്സ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള തിയറിയാണ് തിയറി എക്സ്. ഈ തിയറി എക്സിൻ്റെ മെയിനായിട്ടുള്ളൊരു തീം എന്ന് പറയുന്നത് പവർ ഈസ് സുപ്രീം, പവറാണ് എല്ലാം. അതാണ് ഈ ഒരു തിയറിയുടെ മെയിനായിട്ടുള്ളൊരു തീം. പിന്നെ അതിൽ പ്യൂപ്പിൾസ് വർക്ക് ചെയ്യുന്നത് സുപ്പീരിയർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും പ്യൂപ്പിൾ വർക്ക് ചെയ്യുക. അവർക്ക് സജഷൻസോ കാര്യങ്ങളോ പറയാനുള്ള റൈറ്റ്സും കാര്യങ്ങളോ ഒന്നും എവിടെ ഉണ്ടായിരിക്കില്ല, തിയറി എക്സിൽ ഉണ്ടായിരിക്കില്ല. തിയറി എക്സിൽ ലൈൻ ഓഫ് അതോറിറ്റിയും ചെയിൻ ഓഫ് കമാൻഡും ഫ്ലോ ചെയ്യുന്നത് ടോപ്പ് ടു ഡൗൺ ആയിരിക്കും. ദെൻ അതിൻ്റെ അസംഷൻസ് പറഞ്ഞത് വെച്ചാൽ ആവറേജ് പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ പ്യൂപ്പിൾസിനെ സുപ്പീരിയർ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അവരെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇതിലുള്ള ആൾക്കാർ ലിറ്റിൽ ആംബിഷ്യസ് ആയിട്ട്, അതായത് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ, നല്ല കൂടുതലായിട്ടുള്ള ലക്ഷ്യങ്ങളോ അച്ചീവ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഉള്ള രീതിയിലായിരിക്കും അവരെന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. പിന്നെ വർക്കിംഗ് മെത്തേഡ് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡായിരിക്കും അവർ ഫോളോ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഒരു തിയറിയാണ് MC ഗ്രെഗറുടെ തന്നെ നെക്സ്റ്റ് തിയറിയാണ് തിയറി വൈ. This theory suggests a new approach in management. മാനേജ്മെൻറ്റ് ഫിലോസഫിയിൽ ഒരു ന്യൂ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ് തിയറി വൈ. This theory emphasizes on the cooperative endeavor of management and employees. എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിൽ നല്ലൊരു കോഓപ്പറേഷൻ, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് തിയറി വൈ. മാനേജ്മെൻറ്റും എംപ്ലോയീസും ഉള്ള ഒരു കോഓപ്പറേഷൻ എംഫസൈസ് ചെയ്തിട്ടുള്ള തിയറിയാണ് തിയറി വൈ. അവർ രണ്ടുപേരും നല്ല രീതിയിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ ആയിരിക്കും അവരെന്ത് ചെയ്യുക, പോവുക, മാനേജ്മെൻറ്റും എംപ്ലോയീസും. The attempt to get maximum output with minimum amount of control and direction. ഈ ഒരു തിയറിയുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ to get maximum output with the minimum amount of control and direction. ഓർഗനൈസേഷന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക എങ്ങനെ, വിത്ത് മിനിമം എമൗണ്ട് ഓഫ് കൺട്രോൾ ആൻഡ് ഡയറക്ഷൻസ്. എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുക, മിനിമമായിട്ട് കൺട്രോൾ ചെയ്യുക, അവരെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാതെ, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരെ ഡയറക്റ്റ് ചെയ്യാതെ, കൂടുതലായിട്ട് അവരെ കോർഡിനേറ്റ് ചെയ്യാതെ, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള റൈറ്റ്സും ഫ്രീഡം ഒക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഓർഗനൈസേഷനിൽ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവാണ് ഇതിനുള്ളത്, തിയറി വൈക്ക് ഉള്ളത്. ഈ ഒരു തിയറി പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി എക്സിൽ എന്താ പറഞ്ഞത്, സുപ്പീരിയർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ആര് പ്രവർത്തിക്കുക, സബോർഡിനേറ്റ് പ്രവർത്തിക്കുക. അവർക്ക് സജഷൻസോ കാര്യങ്ങളോ പറയാനുള്ള റൈറ്റൊന്നും എവിടെ ഉണ്ടായിരിക്കില്ല, തിയറി എക്സിൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് തിയറി വൈയിൽ എന്തുണ്ട്, എംപ്ലോയീസിന് മാനേജ്മെൻറ്റുമായിട്ട് എന്ത് പറയാനും, അവരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് പറയാനും, നല്ല സ്ട്രാറ്റജീസ് അവർക്ക് മാനേജ്മെൻറ്റിന് കൊടുക്കാൻ, അവരുടെ മെത്തേഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കും ആര് പോവുക, മാനേജ്മെൻറ്റും എംപ്ലോയീസും
പോവുക. ഈ മാനേജ്മെൻറ്റ് അവരെ എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ടും അവരെ കൺട്രോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ സൂപ്പർവൈസ് ചെയ്യുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം റൈറ്റൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അവരെ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കും, ഓർഗനൈസേഷന് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് തിയറി വൈ. ഇനി അസംഷൻസ് ഓഫ് തിയറി വൈ. തിയറി വൈൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, എംപ്ലോയീസ് പ്രിസീവ് ദാറ്റ് ദെയർ ജോബ്സ് ആർ ക്വൈറ്റ് നോർമൽ ആൻഡ് റിലാക്സിങ്. എംപ്ലോയീസിന് എന്താ തോന്നുന്നത്, അവരുടെ ജോബ് നോർമൽ ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു ജോബാണ്. കാരണം അവർക്ക് അവരുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുക, ഇഷ്ടപ്രകാരം അവർക്ക് ചെയ്യാം. അവർ കൂടുതലായിട്ട് ആര് കൺട്രോൾ ചെയ്യുന്നില്ല, സൂപ്പർവൈസർ കൺട്രോൾ ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ ജോലി അവരുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാം. പക്ഷേ ഇൻ കേസ് ഓഫ് തിയറി എക്സിൽ എന്താ ചെയ്യുന്നത്, സുപ്പീരിയർ അവരെ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. സുപ്പീരിയർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് ആര് പ്രവർത്തിക്കണം, എംപ്ലോയീസ് പ്രവർത്തിക്കണം. അതാണ് തിയറി എക്സിൽ. പക്ഷേ ഈ ഒരു തിയറി വൈ പ്രകാരം എംപ്ലോയീസിന് അവരുടെ ജോബ് നോർമലായിട്ടുള്ള റിലാക്സിങ് ആയിട്ടുള്ള ഒരു ജോബായിട്ടാണ് അവർ കാണുന്നത്. Then skills and capabilities can make them more productive. എംപ്ലോയീസിൻ്റെ സ്കിൽസും അവരുടെ capabilitiesഉം മോർ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അവർ മാനേജ്മെൻറ്റിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എംപ്ലോയീസിൻ്റെ സ്കിൽസും capabilitiesഉം അവരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്കിൽസും capabilityയൊക്കെ നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് അസംഷൻ, they utilize their potential in reaching the individual and organizational goal rather than organizational goal. അതായത് അവരുടെ എന്താ ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലുപരി അവർ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, എഫേർട്ട് എടുക്കുന്നത്. ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽ ഗോളും അവർ ഓൾറെഡി അച്ചീവ് ചെയ്യും. അപ്പോൾ മറ്റേതിൽ പോലെ തിയറി എക്സിൽ എന്താ പറഞ്ഞത്, അവർ ജോബ് ചെയ്യാൻ അവർ ലക്ഷ്യമൊന്നും ഇല്ലാതെ അവർക്ക് സാലറി കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുക, ജോലി ചെയ്യുക. പക്ഷേ ഇവിടെ ഓർഗനൈസേഷനിലെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആര് പ്രയത്നിക്കുക, എംപ്ലോയീസ് പ്രയത്നിക്കുക. അവരുടെ ഫുൾ പൊട്ടൻഷ്യലായിട്ടുള്ള കപ്പബിലിറ്റീസും സ്കിൽസും ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഓർഗനൈസേഷണൽ ഗോള് ഇൻഡിവിജ്വൽ ഗോളും അവർ അച്ചീവ് ചെയ്യും. Then employees never completely satisfied fulfilling self-esteem and self-actualization needs. അവർ സെൽഫ് എസ്റ്റീമും സെൽഫ് ആക്ച്വലൈസേഷൻസ് നീഡ്സും അവരെന്ത് ചെയ്യുന്നില്ല, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാതെ അവർ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും ആര് പ്രയത്നിക്കുക, എംപ്ലോയീസ് ആ ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുക. അപ്പോൾ ഇത്രയും അസംഷൻസും ആണ് നമ്മൾ തിയറി വൈയിൽ പറഞ്ഞത്. എന്താണ് തിയറി വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റിൽ ഒരു ന്യൂ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുള്ള തിയറിയാണ് തിയറി വൈ. അതിൽ എംപ്ലോയറും മാനേജ്മെൻറ്റും നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു കോപ്പറേഷനിലൂടെയാണ് പോകുന്നത് ആ ഒരു തിയറിയിൽ. പിന്നെ തിയറിയിലെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിനെ മിനിമം കൺട്രോൾ ചെയ്ത് മിനിമം ഡയറക്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് തിയറി വൈയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് MC ക്ലെലൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറിയും MC ഗ്രിഗർ തിയറി എക്സ് ആൻഡ് തിയറി വൈ ആണ്, മോട്ടിവേഷണൽ തിയറി. ഓക്കെ, താങ്ക് യു.